ഹലോ ഫ്രണ്ട്സ്. അടുത്ത എപ്പിസോഡിൽ സരളയുടെ വീട്ടിലേക്ക് ജഗദീപ് പറഞ്ഞതനുസരിച്ച് തന്റെ അച്ഛനായി അമ്മയായും അഭിനയിക്കാനുള്ള ആ നാടക നടനും നടിയും എത്തിച്ചേരുന്നു. അവർ വന്ന സരളയുടെ വീട്ടിലേക്ക് എത്തിയതും സരളയും സുസ്മരയും ഭയത്തോടെയും ബഹുമാനത്തോടെയും അവരെ സ്വീകരിക്കുന്നു. ചിറക്കൽ രാമചന്ദ്രനായി അഭിനയിക്കുന്ന ആ നാടക നടൻ കൃത്യമായി തന്റെ കയ്യിലുള്ള ഡയലോഗുകൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്നു. അത് കേട്ട് ഞെട്ടിത്തെറിച്ച് അങ്ങനെ സരളയും സുസ്മരയും നിൽക്കുമ്പോൾ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും 18 അക്ഷൗഹിണിപ്പടകളെ നിരത്തിയാലും സമുദ്രമധ്യത്തിൽ തൂണുകെട്ടി അതിൽ സൂക്ഷിച്ചാലും അതിൽ വസിപ്പിച്ചാലും ശരി, എൻ്റെ ജഗദീപിനെ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കും എന്നുള്ള അയാളുടെ വാക്കുകൾ കേട്ട് സരളയും സുസ്മിതയും ഞടുങ്ങി നിൽക്കുന്നു. അങ്ങനെ അവർ നടുങ്ങി നിൽക്കുന്നത് കണ്ട് തൻ്റെ ആ ശ്രമം ഫലിച്ചതിന്റെ സന്തോഷത്തിൽ ജഗദീപ് ആ സെറ്റിയിലിരുന്ന് താൻ ഇത്ര വലിയ ആളാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞുവെന്നും തന്നോടുള്ള അവരുടെ സ്നേഹത്തിനോ സമീപനത്തിനോ ഇനി ഒരിക്കലും മാറ്റമുണ്ടാവില്ല എന്ന ആ ഒരു ആശ്വാസത്തിൽ ജഗദീപ് ഇരിക്കുന്നു.